പത്തനംതിട്ട അടൂർ മാങ്കൂട്ടത്തിൽ അടച്ചിട്ട വീട് തകർത്ത് കവർച്ചാശ്രമം. പ്രവാസിയായ ജോസിന്റെ വീട്ടിലാണ് കവർച്ചാശ്രമം ഉണ്ടായത്. ഒന്നും കിട്ടാതെ വന്നതോടെ മുറ്റത്ത് കിടന്ന കാർ മോഷ്ടാവ് തകർത്തു. നിതിൻ തോമസ് വിവരങ്ങളുമായിട്ടുണ്ട്. നിതിൻ, ഒന്നും കിട്ടാതായതോടെ കാർ തകർക്കുക പറഞ്ഞാൽ വീട്ടിനുള്ളിലേക്ക് കയറാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണോ, അതോ വീട് കയറിയിട്ടും വീട്ടിനകത്തൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണോ? എന്താണ് സംഭവിച്ചത്? എല്ലാവരും ഇവിടെ പോയിരുന്നു. ഇന്ന് ഇത്തരത്തിലൊരു മോഷണ ശ്രമം നടന്നത് അടൂർ ഏഴംകുളം നെടുമൻ വട്ടവളത്തറയിൽ ജെറിൻ ഭവനത്തിൽ ജോസ് റോസമ്മ ദമ്പതികളുടെ വീടിന് നേരെയാണ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായത്. ഇവർ കുടുംബസമേതം വിദേശത്ത് ജോലി ചെയ്യുകയാണ്. 3 മാസത്തിൽ ഒരിക്കലാണ് ഇവർ നാട്ടിലെത്തുന്ന പതിവുള്ളത്. അതുകൊണ്ട് തന്നെ വീട്ടിൽ CCTV ക്യാമറ ഘടിപ്പിച്ചിരുന്നു. ഈ വീട്ടിനുള്ളിലേക്ക് സാമൂഹിക വിരുദ്ധരായിട്ടുള്ള ആളുകൾ കയറുകയായിരുന്നു. എന്നാൽ വീടിനുള്ളിൽ നിന്നൊന്നും ലഭിച്ചില്ല. ക്യാമറയുടെ ക്യാമറ തകർക്കുകയും ഹാർഡ് ഡിസ്ക് എടുത്തുകൊണ്ട് പോവുകയും ചെയ്തിട്ടുണ്ട്. വീട് കുത്തി തുറന്ന് ഉള്ളിൽ കടന്നിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. മോഷണ ശ്രമമാണ് എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ മോഷണ ശ്രമത്തിൽ ഒന്നും ലഭിക്കാതെ വന്നപ്പോൾ കാറ് നശിപ്പിച്ചു എന്നുള്ളതാണ് നമ്മളിപ്പോൾ പ്രാഥമികമായിട്ട് മനസ്സിലാക്കുന്നത്. അല്ലാതെ ഏതെങ്കിലും തരത്തിൽ ഇവരോട് എന്തെങ്കിലും വ്യക്തിവൈരാഗ്യമുള്ള ആളുകൾ ചെയ്തതാണോ എന്നുള്ള കാര്യത്തിലും വ്യക്തത വന്നിട്ടില്ല. കഴിഞ്ഞ ജനുവരി 20-ന്, അതായത് ഈ വർഷം എടുത്ത ഒരു പുതിയ കാറാണ് ഇത്തരത്തിൽ സാമൂഹ്യ വിരുദ്ധർ തല്ലി തകർത്തത്. വാഹനത്തിന് ചുറ്റും മൂർച്ചയുള്ള ഉപകരണം കൊണ്ട് കുത്തിവരച്ച നിലയിലാണ്. ഫ്രണ്ട് ഗ്ലാസ് അടിച്ചു തകർത്തിട്ടുണ്ട്. ഇതിനുശേഷം വീടിനുള്ളിൽ കടന്ന് വീടിന് ഉൾവശവും നശിപ്പിച്ചിട്ടാണ് ഇവർ പോയിരിക്കുന്നത്. എന്തായാലും ഏനാത്ത് പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും ഒക്കെ തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട്. വീടിനുള്ളിൽ മോഷണത്തിന് എത്തിയവരാണ് കൃത്യം നടത്തിയതെന്നാണ് ഇപ്പോൾ സംശയിക്കുന്നത്.